നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. വിഷ്ണു ഭഗവാൻ എത്രയോ വർഷമായി മധു കൈടഭന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കും ജയമോ തോൽവിയോ സംഭവിക്കുന്നില്ല. അപ്പോൾ വിഷ്ണു ഭഗവാന് മനസ്സിലായി എല്ലാ ആഗ്രഹങ്ങളും നൽകുന്ന വിദ്യാശക്തിയെ തന്നെ ശരണം പ്രാപിക്കണമെന്ന്. ആ ശക്തിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് മധുകൈടഭന്മാർ ക്ഷീണിക്കാത്തതും തോൽവി അവർ സമ്മതിക്കാത്തതും. ആ ഒരു കാരണം കൊണ്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ വിഷ്ണു ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ശ്ലോകം 40. വിഷ്ണുരുവാച. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 40 ശ്ലോകം. വിഷ്ണുരുവാച. നമോ ദേവി മഹാമായേ സൃഷ്ടിസംഹാരകാരിണി അനാദിനിധനേ ചണ്ഡി ഭുക്തിമുക്തിപ്രദേ ശിവേ. മഹാമായേ, സൃഷ്ടിയും സംഹാരവും നിർവഹിക്കുന്നവളെ, ആദിയും അന്തവും ഇല്ലാത്തവളെ, ചണ്ഡി, ഭുക്തിയും മുക്തിയും നൽകുന്നവളെ, മംഗളാത്മികെ ദേവി, അവിടുത്തേക്ക് നമസ്കാരം. ശ്ലോകം 41. നതേ രൂപം വിജാനാമി സഗുണം നിർഗുണം തഥാ ചരിത്രാണി കുതോ ദേവി സാഖ്യാതീതാനി യാനി തേ. ഹേ ദേവി, അവിടുത്തെ സഗുണവും നിർഗുണവുമായ രൂപം എനിക്കറിഞ്ഞുകൂടാ. അവിടുത്തെ എണ്ണമറ്റ ഗുണഗണങ്ങളെ സംബന്ധിച്ച കഥകളുടെ കാര്യം പിന്നെ പറയണമോ? ശ്ലോകം 42. അനുഭൂതോ മയാദിദ്യ പ്രഭാവച്ഛാദിദുർഘടഃ യദഹം നിദ്രയാലീന സംജാതോസ്മി വിജേതനഃ. അത്യന്തം വിഷമം പിടിച്ച അവിടുത്തെ ശക്തിപ്രഭാവം എന്തെന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചു. എന്തെന്നാൽ നിദ്രയിൽ ലയിച്ച ഞാനിന്ന് വിജേതനായി തീർന്നുവല്ലോ. ശ്ലോകം 43. ബ്രഹ്മണാചാദിയജ്ഞേന ബോധിതോപി പുനഃ ന പ്രബുദ്ധ സർവഥാഹം സങ്കോചിതഷഡീന്ദ്രിയഃ. ബ്രഹ്മാവ് വളരെ പണിപ്പെട്ട് വീണ്ടും ഉത്ബോധിപ്പിച്ചിട്ടും ഇന്ദ്രിയങ്ങളാറും സങ്കോചിച്ച എനിക്ക് ഒരു പ്രകാരത്തിലും ഉണരാൻ കഴിഞ്ഞിരുന്നില്ല. ശ്ലോകം 44. അചേതനത്വം സംപ്രാപ്തഃ പ്രഭാവാത്തവ ചാംബികേ ത്വയാ മുക്തപ്രബുദ്ധോഹം യുദ്ധം ച ബഹുധാ കൃതം. ഹേ അംബികെ, അവിടുത്തെ പ്രഭാവം നിമിത്തം ഞാൻ അചേതനനായി തീർന്നു. അവിടുത്തെ പ്രഭാവത്തിൽ നിന്നും മുക്തനായപ്പോൾ ഉണരുകയും അസുരന്മാരുമായി പല വിധത്തിൽ യുദ്ധം ചെയ്യുകയുമുണ്ടായി. ശ്ലോകം 45. ശാന്തോഹം നച തൗ ശ്രാന്തൗ ത്വയാ ദത്തവരൗ വരൗ ബ്രഹ്മാണം ഹന്തുമായാതൗ ദാനവൗ മദഗർവിതൗ. ഞാൻ ക്ഷീണിച്ചു. അവിടുന്ന് വരം നൽകിയ സമർത്ഥരായ 2 അസുരന്മാരുമൊട്ട് ക്ഷീണിച്ചുമില്ല. മതമത്തരായ 2 അസുരന്മാരും ബ്രഹ്മാവിനെ കൊല്ലാൻ ഒരുമ്പെട്ട വന്നവരാണ്. ശ്ലോകം 46. ആഹൂതൗ ച മയാ കാമം ദ്വന്ദ്വയുദ്ധായ മാനദേ കൃതം യുദ്ധം മഹാഘോരം മയാദാഭ്യം മഹാർണവേ. ഹേ മാനദേ, ഞാനാകട്ടെ അവരെ പോരിന് വിളിച്ചു. മഹാസമുദ്രത്തിൽ വെച്ച് ആ 2 പേരോടും
അതിഭയങ്കരമായ യുദ്ധവും ചെയ്തു. 46 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ശ്രീമദ് ദേവി ഭാഗവതം 9-ാം അധ്യായത്തിലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു.